സ്വീറ്റ് ഹോം സീസൺ 2 ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അത് പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കോടെയാണ്. നമ്മുടെ ഈക്യോങ് അവളെ പ്രസവിച്ച ആ ദിവസം. അന്ന് ശരിക്കും റെഡ് ഒരു മോൺസ്റ്റർ ആണെന്ന് അറിഞ്ഞ അവൾ റെഡിനെ കൊല്ലാനായിരുന്നു ആദ്യം നിന്നിരുന്നത്. എന്നാൽ അവൾക്ക് അതിന് മനസ്സ് വന്നില്ല. അപ്പോഴായിരുന്നു ഈ രംഗം കണ്ട ചായുൻ അങ്ങോട്ട് വന്നത്. അല്ല, ചായുൻ എങ്ങനെയാണ് ഇങ്ങോട്ടെത്തിയത്? അതേ, മിയോങ്ങുമായുള്ള സംഭവ വികാസങ്ങൾക്ക് ശേഷം ചായുൻ അങ്ങോട്ടേക്കായിരുന്നു വന്നത്. അവനെ കണ്ടതും നമ്മുടെ ഈക്യോങ് റെഡിനെയും ഉപേക്ഷിച്ച് അവിടെ നിന്നും മടങ്ങുകയാണ്. പിന്നീട് ചായുനാണ് നമ്മുടെ റെഡിനെ വളർത്തിയത്. അവൾക്ക് അവൻ എല്ലാമായിരുന്നു. ഒരച്ഛന്റെ സ്ഥാനത്തായിരുന്നു അവൾ അവനെ കണ്ടത്. ഇത് പലപ്പോഴായും നമ്മുടെ ഈക്യോങ്ങും കണ്ടിരുന്നു. ഒരു ദിവസം തന്റെ മകൾ ഇപ്പോൾ ഒരു മനുഷ്യനാണെന്ന പ്രതീക്ഷയോടെ അവൾ റെഡിനെ കാണാൻ വേണ്ടി വരികയാണ്. അങ്ങനെ റെഡ് അവളുടെ സ്വന്തം അമ്മയെ കാണുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും നല്ല അടുപ്പത്തിലായിരുന്നു. ഈക്യോങ്ങിന് അവളെ വലിയ കാര്യമായിരുന്നു. എന്നാൽ ആ ഒരൊറ്റ സംഭവമാണ് എല്ലാം തകിടം മറിച്ചത്. അന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോഴും റെഡ് ഒരു മോൺസ്റ്റർ ആണെന്ന്. പിന്നീട് വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം റെഡിന്റെ കൈ മുറിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന നമ്മുടെ റെഡ് അവളുടെ കണ്ണിലേക്കായിരുന്നു ആഞ്ഞടിച്ചത്. അതെ, അങ്ങനെ തന്നെയാണ് അവളുടെ കണ്ണിന് പരിക്കേറ്റത്. എന്നാൽ ഇവൾ കൈ മുറിച്ചെന്നുള്ള ഒരു അടയാളവും റെഡിന്റെ കയ്യിൽ കണ്ടില്ല. അവൾ ഒരു മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോഴാണ് നമ്മുടെ ചായുനും അങ്ങോട്ടെത്തിയത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നുള്ള ചായുന്റെ ചോദ്യത്തിന് അവൾ ഇതാണ് മറുപടി പറഞ്ഞത്: അവളെ ഒന്ന് തിരിച്ചറിയാൻ തന്നെ. പിന്നീട് ഇവളുടെ കയ്യിലെ സ്പെഷ്യൽ പവർ അറിഞ്ഞതിന് ശേഷം നമ്മുടെ ഈക്യോങ് അവളെ കൈയുറ ധരിപ്പിച്ചിരുന്നു. ഇനി ഒരു മനുഷ്യനെയും അവൾ മോൺസ്റ്റർ ആക്കി മാറ്റരുത്. അവളെ പുറത്തേക്ക് പോകാനും അനുവദിച്ചിരുന്നില്ല. എന്നാൽ അതെല്ലാം നമ്മുടെ റെഡ് നിസ്സാരമാക്കി. പ്രസന്റിൽ ഹീറോയിനെ തള്ളിയിടുന്ന റെഡിനെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അവളെ ചായുൻ വന്ന് രക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവളെ മെയിന്റ് പോലും ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനും ദേഷ്യം വരുന്നുണ്ട്. ഇപ്പോഴാണ് അവൾ മറ്റൊരു സത്യം കൂടെ മനസ്സിലാക്കുന്നത്. ശരിക്കും അന്ന് ആ ബിൽഡിംഗിൽ മോൺസ്റ്റേഴ്സിന്റെ ഇടയിൽ കുടുങ്ങിയ തന്നെ രക്ഷപ്പെടുത്തിയത് ചായുനാണെന്നുള്ള സത്യം. ഇത് മനസ്സിലാക്കിയതിനു ശേഷം അവൾ നന്നായി തന്നെ സാഡ് ആകുന്നുണ്ട്. ശരിക്കും ചായുനായിരുന്നു തന്നെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കിയത്. ഇതൊക്കെ കേട്ട് അവൻ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിന് ഇനിയും ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവനെ ഫോളോ ചെയ്യുന്നു. ഇതാണെങ്കിലോ നമ്മുടെ ചായുനെ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. അവൻ ഹീറോയിനെ ചിറക് കൊണ്ട് അകറ്റി നിർത്തുകയാണ്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അവൾ വീണ്ടും ചായുനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ഹിച്ച് ഹൈക്കർ അങ്ങോട്ട് വരുന്നത്. അയാൾ അവനെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിനോടും അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം എന്തിനാണ് ഇവൾ ഒരു മോൺസ്റ്ററിനെ ഫോളോ ചെയ്യുന്നത്? ഭാഗ്യം കൊണ്ടാണ് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ അതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. ചായുൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് അവളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇവരാണെങ്കിലോ പോകുന്നതിനിടയ്ക്ക് എന്തിനു വേണ്ടിയാണ് അവളെ അതിലേക്ക് തള്ളിയിട്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവളെ റെഡിന് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മനുഷ്യരെ ആരെയും റെഡ് ഇഷ്ടപ്പെടുന്നില്ല. അത് തന്റെ അമ്മയാണെങ്കിൽ പോലും. കാരണം അവർ തന്റെ ഫ്രണ്ട്സ് ആയ മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊലപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇനി ചായുന്റെയും അമ്മയുടെയും ഹെൽപ്പ് വേണ്ടെന്നും അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചായു ഈക്യോങ്ങിനെയും തിരഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴേക്കും കപ്പലിലേക്ക് തിരിച്ചു കയറിയ അവൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. കപ്പലിൽ ആകെ തീ പടരുകയാണ്. ഇത് കണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെറിയ മോൺസ്റ്ററും വന്നിരുന്നു. അവൾ എണീക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ ദേഹം ഉപയോഗിച്ച് തന്നെ തീ അണക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ദേഹമാകെ കരിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചായുൻ അങ്ങോട്ടെത്തിയത്. ഇവരെ രണ്ടുപേരെയും അവൻ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. അതിനുശേഷം അവരിപ്പോഴുള്ളത് ഒരു ബോട്ടിലാണ്. നമ്മുടെ ഈക്യോങ്ങിന് നല്ല സങ്കടമുണ്ട്. കാരണം അവളാണല്ലോ റെഡിനെ ഇങ്ങനെയെല്ലാം ആക്കിയത്. തെറ്റെല്ലാം തന്റെ ഭാഗത്താണ്. അല്ലെങ്കിൽ റെഡ് ഒരിക്കലും ഇങ്ങനെ മാറില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ചായുനും സങ്കടമാകുന്നുണ്ട്. എന്നാൽ അവൻ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. മോൺസ്റ്റേഴ്സിനെ എന്തിനാണ് ഈക്യോങ് ഇങ്ങനെ വെറുക്കുന്നത്? കാരണം ഈ ചെറിയ മോൺസ്റ്റർ അല്ലേ അവളെ ഹെൽപ്പ് ചെയ്തത്. അതിപ്പോഴും സുഖപ്പെട്ടിട്ടില്ല. അതേ, മോൺസ്റ്ററും ഒരിക്കൽ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണല്ലോ സഹായിക്കാൻ നമ്മുടെ ചെറിയ മോൺസ്റ്ററിന് കഴിഞ്ഞത്. ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ ഈക്യോങ്ങിനും നല്ല കുറ്റബോധമുണ്ടായിരുന്നു. ഇതേ സമയം അവർ രണ്ടുപേരും കൂടെ നേരെ പോയിരിക്കുന്നത് ഹാനിയുടെ അടുത്തേക്കാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രംഗം കണ്ട് അവരാകെ ഞെട്ടിപ്പോയി. കാരണം ചാൻ ബോധം കെട്ടാണ് കിടക്കുന്നത്. അവന്റെ വായിൽ നിന്നും നുരയും പതയും എല്ലാം പുറത്തേക്കും വരുന്നുണ്ട്. അവൻ മരിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഹാനി അഭിപ്രായപ്പെടുന്നതും. അതും പറഞ്ഞ് അവൾ നന്നായി തന്നെ പൊട്ടിച്ചിരിക്കുന്നതായും നമുക്ക് കാണാം. ശരിക്കും അവൾ ഒരു സൈക്കോയാണോ? ഇതിനിടയിൽ സ്റ്റേഡിയത്തിൽ നമ്മുടെ ഏസിൽ ചാനെ കുറിച്ചാണ് ഓർക്കുന്നത്. അവൻ എങ്ങോട്ട് പോയി? മാത്രമല്ല അവളുടെ കയ്യിലായി ഒരു ജേഴ്സിയുമില്ലേ? അതിനു പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ചാൻ വലിയൊരു ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോഴായി ഏസിലിന് കൊടുത്തതാണ് അവന്റെ തന്നെ ജേഴ്സി. ഇത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഏസിലിന് ചാന് പരിചയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതൊന്നും നമ്മുടെ സുയോൺ ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും ഫാദറുമായി ഡേറ്റ് ചെയ്യണം. പിന്നീട് അവർ നേരെ അങ്ങോട്ട് കുതിച്ചു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് ബാംസിയോമിൽ നിന്നും സിഗ്നൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സർജന്റ് കിം അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇൻഹ്വാനും ഡോക്ടർ ലിമും ഉൾപ്പെടെയുള്ള കുറച്ച് സൈനികരും അങ്ങോട്ട് വരുന്നത്. ലിമ്മിന്റെ ഡ്രസ് എല്ലാം കണ്ടാൽ വല്ല ട്രിപ്പിനും പോകുന്നത് പോലെ തോന്നും. അതേ ബാംസിയോമിൽ നിന്നും സിഗ്നൽ വരുന്നത് നമ്മുടെ ഇൻഹ്വാനും സൈനികരും അറിഞ്ഞിട്ടുണ്ട്. അവരും ചോയെ കണ്ടെത്താൻ വേണ്ടി കിമ്മിന്റെ ഒപ്പം വരാമെന്ന് പറയുകയാണ്. എന്നാൽ നമ്മുടെ ഇൻഹ്വാനും ഗാങ്ങും മാത്രം പോകുന്നില്ല. കാരണം സ്റ്റേഡിയത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ. ഇതിനിടയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ ഫാദറിന്റെ അടുത്തേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ യെസിയിലും സുയോണും ഒക്കെയുണ്ട്. ഇവരെന്തിനാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ വീണ്ടും സുയോൺ തന്റെ ഇഷ്ടം ഫാദറിനോട് തുറന്നു പറയുകയാണ്. ഫാദറിന്റെ തൊട്ടടുത്തായി നമ്മുടെ ജീനയും ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ അവരുടെ സംസാരമൊന്നും തീരെ പിടിക്കാത്ത നമ്മുടെ യേസിലും സുയോണും അവളോട് തട്ടിക്കയറുകയാണ്. പിന്നീട് ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്താണ് ഫാദർ അവരെ എല്ലാവരെയും ഒതുക്കുന്നത്. നമ്മുടെ കിമ്മും കൂട്ടരും അവരുടെ യാത്ര തുടരുന്നു. ഡോക്ടർ ലിമ്മിന്റെ അടുത്ത് ഒരു പെട്ടിയുണ്ട്. അതെന്താണെന്ന് സൈനികർ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ലിം ഒന്ന് അവരോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത്. കാരണം പുള്ളിക്കാരന് ഒന്ന് പോകണം. പിന്നീട് പെട്ടിയും എടുത്ത് ലിമ്മ ചാടി ഇറങ്ങുന്നുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ഒരു സൈനികനെയും ലിമ്മിന് പിന്നാലെ അയക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കടന്നുപോയി. പുള്ളിക്കാരന്റെ ഇപ്പോഴും യാതൊന്നും ആയിട്ടില്ല. ഇത് കണ്ട് നമ്മുടെ സൈനികനും അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അയാൾ ഒരു കാഴ്ച കാണുന്നത്. ദേ മുൻപിലായി നിൽക്കുന്നു ഒരുപാട് മോൺസ്റ്റേഴ്സ്. ഈ വിവരം മറ്റുള്ളവരോട് ആ സൈനികൻ പറയുന്നുമുണ്ട്. അങ്ങനെ അവരെല്ലാവരും അലേർട്ടായി നിൽക്കുകയാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഒടുവിൽ നമ്മുടെ ലിമ്മിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഈ പെട്ടിയെടുത്ത് അങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് പണിയല്ലേ. അതുകൊണ്ട് അതിവിടെ ഉപേക്ഷിക്കാൻ വേണ്ടി ആ സൈനികൻ പറയുന്നുണ്ട്. എന്നാൽ ലിം അതൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോഴാണ് മോൺസ്റ്റേഴ്സ് അവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അതോടെ മറ്റു സൈനികരും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ലിം അതെന്തായാലും ഉപേക്ഷിക്കില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ആൾ അതും തലയിലും വെച്ച് ലിമ്മിനെ കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോരുകയാണ്. അവരെല്ലാം നമ്മുടെ സൈനികർ ഷൂട്ട് ചെയ്യുകയാണ്. ഒടുവിൽ ജസ്റ്റ് മിസ്സിനാണ് അവർ രക്ഷപ്പെടുന്നത്. നമ്മുടെ ആളാണെങ്കിലോ ഈ പെട്ടിയിലേക്ക് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ആനടിക്കുകയാണ്. ആ പെട്ടി കാരണം അവരുടെ ജീവൻ തന്നെ ഇപ്പോൾ നഷ്ടമായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ കിമ്മും ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുള്ളിൽ എന്താണ്? നിങ്ങൾ എന്തെങ്കിലും മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? കിം ആ സൈനികനോട് അത് തുറക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ പെട്ടി തുറന്നതും ഇതായിരുന്നു അതിനുള്ളിൽ. അല്ല ഇതെന്താണ്? ഇപ്പോഴാണ് നമ്മൾ അത് കാണുന്നത്. നമ്മുടെ ലിം ശരിക്കും എന്തിനാണ് പോയത്? വലിയൊരു മോൺസ്റ്ററിന്റെ കൊക്കോണിൽ നിന്നും അയാൾ ഒരു പീസ് അകറ്റിയെടുത്തു. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. മാത്രമല്ല ലിം മറ്റൊന്നും കൂടെ അവരോട് പറയുന്നുണ്ട്. മോൺസ്റ്റേഴ്സ് ഒരിക്കലും പരസ്പരം തിരിച്ചറിയുന്നില്ല. അവരൊരു ഗ്രൂപ്പായി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ മാത്രമാണ് വരുന്നത്. അങ്ങനെ അവരൊരുപാട് യാത്ര ചെയ്ത് ഇപ്പോൾ ബാംസിയോമിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും നമ്മുടെ സൈക്കോ ഹാനി നല്ല ചിരിയിലാണ്. ഭാഗ്യത്തിന് ചാൻ ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്. നമ്മുടെ ഹിച്ച് ഹൈക്കർ അവൻക്കൊരു മറുമരുന്ന് കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതൊന്ന് ചവച്ചാൽ മതി എല്ലാം മാറും. എന്നാൽ പുള്ളിക്കാരൻ പേടിച്ച് നിങ്ങളിൽ നിന്നും യാതൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. നേരത്തെ അനുഭവമുള്ളത് കാരണം തന്നെ. എന്നാൽ ഇതൊന്നും വിഷയമാക്കാതെ നമ്മുടെ ഹീറോയിൻ അത് അവന്റെ വായിലേക്ക് കുത്തികയറ്റുകയാണ്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ സൈനികർ ഇപ്പോൾ ബാംസിയോമിൽ എത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. എന്നാൽ അവിടെ ആകെ മാറിയിരുന്നു. മനുഷ്യർ ഇല്ലാതായതോടുകൂടി പ്രകൃതി ഒന്ന് സുഖം പ്രാപിക്കാൻ തുടങ്ങി. അവരുടെ കൂടെ നമ്മുടെ ലിമ്മുമുണ്ട്. പുള്ളിക്കാരന്റെ അടുത്ത് ഒരു പെട്ടിയുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അങ്ങനെ അവർ നേരെ ഒരു എക്സിറ്റിനുള്ളിലൂടെ അകത്തേക്കും കയറി. അവിടെ വെച്ച് അവർ രണ്ട് ഗ്രൂപ്പ് ആവുകയാണ്. കിം അടക്കമുള്ള ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഡോക്ടർ ലിമ്മുമുണ്ട്. സിയോയും ഗ്രൂപ്പുമാണ് ചോയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകേണ്ടത്. സൈനികർക്ക് ഈ സ്ഥലത്തെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് നമ്മുടെ ലിം അവർക്ക് വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ സുയോൺ നല്ല ഡ്രോയിങ്ങിലാണ്. മാത്രമല്ല താൻ നല്ല റിച്ച് ആണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി നല്ലവണ്ണം തള്ളിമറിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ യോങ്സു അങ്ങോട്ട് വന്ന് കുറച്ചൊക്കെ ദേഷ്യപ്പെട്ടു പോകുന്നുമുണ്ട്. യോങ്സു ഇപ്പോൾ ആകെ മാറിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ യേസിലും അവിടെ നിന്നും പോവുകയാണ്. ഒരുത്തൻ അവളെ ഒന്ന് ഫോളോ ചെയ്ത് വളക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇയാളെ നമുക്ക് പരിചയമുണ്ടാകും. എന്നാൽ യേസിൽ അയാൾക്ക് നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചീഫും ഇയാളും കൂടെ ഒരു ശബ്ദവും കേൾക്കുന്നുണ്ട്. ഒരു മോൺസ്റ്റർ നടക്കുകയും ഉച്ചത്തിൽ അലറുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ശബ്ദമാണ് അവർ കേൾക്കുന്നത്. അത് കേട്ടപാടെ ചീഫ് മുറിയിൽ നിന്നും ധൃതി പിടിച്ച് പുറത്തേക്ക് ഓടി നമ്മുടെ യേസിലിനോട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സൈനികരാണെങ്കിലോ അവരുമായി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് അവർക്കും എന്തോ പന്തികേട് മണക്കുന്നത്. ദേ കണ്ടില്ലേ, ഫോണുകളിൽ ഡേഞ്ചർ എന്ന് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് അവരെല്ലാവരും ആകെ ഞെട്ടിപ്പോയി. അതേ സ്റ്റേഡിയത്തിനുള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ടെന്ന് അവർക്കും മനസ്സിലായി. ഇതറിഞ്ഞ പാടെ നമ്മുടെ ഇൻഹ്വാൻ സൈനികരോട് ചീഫിനെ പോയി കാണാൻ വേണ്ടി പറയുകയാണ്. ആളുകളെ എല്ലാം സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ എല്ലാവരെയും അവിടെ നിന്നും മാറ്റുകയാണ്. ഈ ലേഡിയാണെങ്കിലോ നമ്മുടെ യോങ്സുവിനെയും തിരഞ്ഞാണ് നടക്കുന്നത്. അത് കണ്ട യേസിൽ അവനോട് അത് ചോദിക്കുന്നുണ്ടെങ്കിലും തന്റെ അമ്മയല്ല അതെന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ടതും യേസിലിന് നന്നായി തന്നെ ദേഷ്യം വരുന്നുണ്ട്. കാരണം അത്രത്തോളം ആ ലേഡി ഇവനെ കെയർ ചെയ്യുന്നുണ്ട്. നിനക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അമ്മമാരുണ്ടാകാം. അവരോട് സോറി പറയണം. എന്നാൽ ഇതൊന്നും നമ്മുടെ പയ്യൻ കേൾക്കാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ചീഫും സൈനികരും അങ്ങോട്ട് വരുന്നത്. ചീഫിനെ കണ്ടപാടെ നമ്മുടെ യേസിൽ അവിടെ
അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ സൈനികരും അവരോട് ആ കാര്യം വെളിപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു. അതിനു മുമ്പ് തന്നെ ആ കാര്യം കുറച്ചു പേർ അറിഞ്ഞത് കാരണം തന്നെ അത് സ്പ്രെഡ് ആയിട്ടുമുണ്ട്. ചിലർ ക്ലോ പ്ലാറ്റൂണിനെ നല്ലവണ്ണം കുറ്റപ്പെടുത്തുന്നുമുണ്ട്. ഇത് കണ്ട് സൈനികരെല്ലാവരും കൂടെ അവർക്ക് നേരെ തോക്കും പിടിച്ചു നിൽക്കുകയാണ്. ഈ സംഭവം എന്തായാലും ഞങ്ങൾ പരിഹരിക്കുമെന്ന് ഇൻഹ്വാൻ അവർക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. ഇനി ആരും മോൺസ്റ്റേഴ്സിനെ ഭയപ്പെടാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ കുടുംബം നഷ്ടമാകാം, നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടമാകാം. അതിലൊന്നും നാം തകരാൻ പാടില്ല. മാത്രമല്ല മോൺസ്റ്ററിനെ ഒറ്റയ്ക്ക് പ്രതിരോധിക്കാനും പഠിക്കണം. അതിനൊന്നും സൈനികരെ കാത്തു നിൽക്കാൻ പാടില്ല. അതുമാത്രമല്ല ഇനിയൊരു പക്ഷേ ആരെങ്കിലും ഇൻഫെക്റ്റഡ് ആയാൽ അവരെ കൊന്നുകളയാൻ വേണ്ടിയും സൈനികർ മടിക്കില്ല. അതെ, ഇവരിൽ ആരെങ്കിലും മോൺസ്റ്റർ ആയോ എന്നും അവർക്ക് സംശയമുണ്ട്. അതിനുശേഷം നമ്മുടെ സൈനികർ ഒരു കത്തിയും എടുത്ത് അവരുടെ കൈ മുറിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തങ്ങൾ ഇൻഫെക്റ്റഡ് അല്ല എന്ന് ആളുകളെ ബോധിപ്പിക്കാൻ തന്നെ. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ ഇൻഹ്വാൻ മാത്രം കൈ മുറിക്കുന്നില്ല. അത് കണ്ട് ചീഫ് അയാളെ പരിഹസിച്ചതും സർജന്റും അദ്ദേഹത്തിന്റെ കൈ മുറിക്കുന്നു. കയ്യിൽ നിന്നും ബ്ലഡ് ഒലിച്ച് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം അയാളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവിടെയുള്ള ലൈറ്റുകളെല്ലാം അണഞ്ഞു. അതോടെ ആളുകളെല്ലാം നിലവിളിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവിടെ നിന്നും സീക്രട്ട് റൂമിലേക്ക് കയറിയ നമ്മുടെ ചീഫ് കണ്ടത് ഒരു തുരങ്കത്തിലേക്ക് ഗോവണി ഇറങ്ങി പോകുന്നതാണ്. ഇത് കണ്ട് അവൾ ആകെ തരിച്ചു നിൽക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ നമ്മുടെ സൈനികരെയാണ് കാണിക്കുന്നത്. പോകുന്നതിനിടയ്ക്ക് പലതും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ദേ കണ്ടില്ലേ, ഒരുപാട് പഴകിയ മൃതദേഹങ്ങളും മറ്റും. ഇവർക്ക് മാത്രമല്ല നമ്മുടെ സിയോക്കും ഗ്രൂപ്പിനും ഇതുതന്നെയായിരുന്നു അവസ്ഥ. അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിലെ ഒരു സൈനികൻ ലോക്കായി പോകുന്നത്. എത്രയൊക്കെ തട്ടി വിളിച്ചെങ്കിലും ഡോർ തുറക്കുന്നുമില്ല. ഇത് കണ്ട് അവരാകെ ഷോക്കായി പോയി. അവിടെ എന്തോന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരാകെ പതറി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ഡോർ തന്നെ ഓപ്പൺ ആകുന്നത്. ഇത് കണ്ടതും അവർ പതിയെ അതിനകത്തേക്കും പോയി. സൈനികനെ എവിടെയും കാണാനില്ല. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ കിമ്മും കൂട്ടരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കിം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെ, അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരെന്തോ ലാഭത്തിൽ പെട്ടിട്ടുണ്ടാകാമെന്ന് കിം ഉറപ്പിക്കുകയാണ്. ഇതിനിടയിൽ അവരൊരു കാഴ്ച കണ്ട് ആകെ വിറച്ചു നിൽക്കുകയാണ്. അതെ, ആ സൈനികനെ മോൺസ്റ്റർ പിടികൂടി. എത്രയൊക്കെ അവർ പരിശ്രമിച്ചെങ്കിലും ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്താനും അവർക്ക് സാധിച്ചില്ല. അയാളുടെ കൈ മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഇത് കണ്ട് നമ്മുടെ സിയോ നിലവിളിക്കുകയാണ്. അവിടെ നിന്നും പോകാൻ വേണ്ടി അയാൾ തയ്യാറാകുന്നില്ല. എന്നാൽ അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സൈനികനില്ലേ, അയാൾ സിയോയെയും കൂട്ടി അവിടെ നിന്നും പോകുമ്പോഴാണ് മറ്റൊരു മോൺസ്റ്റർ ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. എല്ലി പോലെയുള്ള ഒരു മോൺസ്റ്റർ അതിങ്ങനെ പാമ്പിനെ പോലെ ഇഴഞ്ഞു വരികയാണ്. അപ്പോഴേക്കും അവർ കഥ കടച്ചു. ഇതേ സമയത്ത് നമ്മുടെ കിമ്മും കൂട്ടരും നേരെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് കൊക്കോണുകളുള്ള സ്ഥലത്തേക്കാണ്. ഇത് കണ്ട് അവരാകെ അന്തം വിട്ടു നിൽക്കുകയാണ്. നമ്മുടെ ലിം ആണെങ്കിലോ അതിലെ ചെറിയൊരു കൊക്കൂണിനെ പോയി തൊടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരന് കൊക്കൂണിനെ കണ്ടാൽ ചെറിയൊരു വട്ടില്ലേ. എന്നാൽ കിം അതിന് സമ്മതിക്കുന്നില്ല. അതെ, അത് അപകടമാണ്. ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കാരണം കിം അയാളോട് നന്നായി തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് അവർ അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ ലിം മാത്രം അവിടെ വിട്ടു പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അതെ, പുള്ളിക്കാരന് അവിടെ തന്നെ നിൽക്കണം. ആ ഒരൊറ്റ വാക്കിൽ ലിം ഉറച്ചു നിൽക്കുകയാണ്. അതോടെ കിമ്മിനും സൈനികനും വേറെ നിവർത്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർ എന്തെങ്കിലും അപകടം വന്നാൽ കോണ്ടാക്ട് ചെയ്യണമെന്നും പറഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത്. ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ഹിച്ച് ഹൈക്കറിന്റെ പ്ലേസിൽ അവരൊന്ന് ഫയറൊക്കെ ഇട്ട് പുറത്തേക്ക് പോയിരുന്ന് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് വരാത്തത്? അത് ഈ സ്ഥലത്തിനേക്കാൾ വളരെ സുരക്ഷിതമാണ് എന്നൊക്കെ നമ്മുടെ ചാൻ ഹിച്ച് ഹൈക്കറിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരന് മനുഷ്യരെ തന്നെ ഇപ്പോൾ വിശ്വാസമില്ലാതെയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതെ, സെന്ററിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ആ അനുഭവം തന്നെ. അങ്ങനെ സംസാരിച്ചിരിക്കെയാണ് നമ്മുടെ ചായുൻ ഈക്യോങ്ങിനെയും തോളിലിട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവർ സഹായത്തിനായിരുന്നു വന്നത്. അവരെ കണ്ട പാടെ തന്നെ നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്ന് ചായുനെ ഹഗ് ചെയ്യുന്നുണ്ട്. അവനെ കണ്ട് നമ്മുടെ ചാൻ കരുതിയിരിക്കുന്നത് ഇവൾ ഇതുവരെ കാത്തിരുന്ന ആളാണ് ചായുൻ എന്നാണ്. അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ഹിച്ച് ഹൈക്കർ അവനെ ഷൂട്ട് ചെയ്യുന്നത്. അതോടെ അവർ രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയി. പിന്നീട് നമ്മുടെ ഹീറോയിൻ ചെയ്തത് ഇതായിരുന്നു. ഹാനിയുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി. ഇത് കണ്ട അയാൾ അവനൊരു മോൺസ്റ്റർ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ അതൊന്നും കാര്യമാക്കുന്നില്ല. മാത്രമല്ല അവൾ മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരു മോൺസ്റ്ററായി മാറില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? ഒരുപക്ഷെ നിങ്ങളും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാലോ? ബുള്ളറ്റ് ആണ് ആകെയുള്ള ഓപ്ഷൻ എന്ന് തോന്നുന്നു. അവരിങ്ങനെ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഹാനി പെട്ടെന്ന് തന്നെ അത് വാങ്ങി അവൾക്ക് നേരെ പിടിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹിച്ച് ഹൈക്കറും ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം അവൾ എന്താ ചെയ്യുക എന്നറിയില്ല. പിന്നീട് ഹാനി കത്തിയും നിലത്തിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നും പോകുന്നുമുണ്ട്. ശരിക്കും അവൾ നോർമലാണോ? ഇനിയൊരു പക്ഷേ മോൺസ്റ്റേഴ്സ് എങ്ങാനും ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിലോ എന്നും ഭയന്ന് അവരും അവിടം വിട്ടും പോകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ സർജന്റ് ഇൻഹ്വാൻ കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പഴയ പോലെ തന്നെ പുള്ളിക്കാരന് ഹലോസിനേഷൻ അനുഭവപ്പെടുന്നത്. പുള്ളിക്കാരൻ ഒരു മോൺസ്റ്റർ ആയതിനു ശേഷം സ്റ്റേഡിയത്തിലെ ആളുകളെയെല്ലാം കൊലപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത്. ഇതേ സമയത്ത് ഒരു സൈനികൻ അയാളെ വന്ന് വിളിക്കുകയാണ്. എന്നാൽ അയാളൊന്നും മിണ്ടുന്നില്ല. ആ സൈനികൻ റിപ്പീറ്റ് ചെയ്ത് ഇൻഹ്വാനെ വിളിക്കുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത്. അയാൾ
അയാളുടെ മുറിവ് സുഖം പ്രാപിച്ചു എന്ന് മാത്രമല്ല കണ്ണുകളും ആകെ മാറിയിരുന്നു. ഇതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.